ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് LSS എക്സാമിൻ്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. 24 മണിക്കൂർ ക്ലോക്കിലെ 20 മണി 12 മണിക്കൂർ ക്ലോക്കിൽ എത്ര മണി? നമുക്കിവിടെ 24 മണിക്കൂർ ക്ലോക്കിലെ സമയം തന്നിട്ടുണ്ട്. എത്രയാണ്? സമയം 20 മണിയാണ്. അത് നമ്മുടെ 12 മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ് സമയം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം? ശ്രദ്ധിക്കുക, ഇവിടെ ചോദിച്ചത് 20 മണിയാണല്ലോ. 20 മണി എത്രയാണ് നമ്മുടെ 12 മണിക്കൂർ ക്ലോക്കിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 20 എന്നുള്ളത് 12-നേക്കാട്ടിലും മുകളിലാണോ താഴെയാണോ? നമുക്ക് തന്നിട്ടുള്ള സമയം, അതായത് 20 എന്നുള്ളത് 12-നേക്കാട്ടിലും മുകളിലുള്ളൊരു സമയമാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 20-നെ, അതായത് തന്നിട്ടുള്ള സമയത്തിൽ നിന്നും 12 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 8 എന്ന് കിട്ടും. 12 മണിക്കൂറിലെ സമയം എന്ന് പറയുന്നത് 8 മണിയാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടെ PM കൂടി എഴുതി ചേർക്കുക. 8 മണി PM, 8 PM ആണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. 20-ൽ നിന്നും 12 കുറച്ചാൽ മതി. എന്നിട്ട് കിട്ടുന്ന സമയമാണ് ഉത്തരം. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് 24 മണിക്കൂർ ക്ലോക്കിലെ സമയം 6 മണിയാണ്. ഓക്കെ, 6 മണിയാണ്, 20 അല്ല, 6 മണിയാണെന്ന് ചോദിക്കുകയാണ്. മറ്റൊരു ചോദ്യമാണ്, എങ്കിൽ നമ്മുടെ 12 മണിക്കൂർ ക്ലോക്കിൽ സമയം എത്ര എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? 6 എന്ന് പറയുന്നത് 12-നേക്കാട്ടിലും ചെറിയതല്ലേ, 12-നേക്കാട്ടിലും താഴെ വരുന്നതാണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം എന്ന് പറയുന്നത് 6 മണി തന്നെയാണ്. ഓക്കെ, ഉത്തരം എന്താണ്? 6 മണി തന്നെയായിരിക്കും. ഇനി ഏതാണ്? AM ആയിരിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. 12-നേക്കാട്ടിലും താഴെ ആണെങ്കിൽ നിങ്ങൾ AM ഇട്ട് കൊടുക്കണം. ഒന്നുകൂടെ വ്യക്തമാകാൻ ഞാൻ ഒരു ചോദ്യം കൂടി പറയാം. ചോദ്യം ഇതാണ്: 24 മണിക്കൂർ ക്ലോക്കിലെ സമയം 15 മണിയാണ്. എങ്കിൽ 12 മണിക്കൂർ ക്ലോക്കിൽ സമയം എത്രയാണെന്നാണ് ചോദ്യം. ഇവിടെ 15 എന്നുള്ളത് 12-നേക്കാട്ടിലും മുകളിലാണോ താഴെയാണോ? 15 എന്നുള്ളത് 12-നേക്കാട്ടിലും മുകളിലാണ് അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12-നേക്കാട്ടിലും മുകളിലാണെങ്കിൽ നമ്മൾ വേഗം 15-ൽ നിന്ന്, തന്നിട്ടുള്ള സമയത്തിൽ നിന്ന് 12 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. സോ 12 മണിക്കൂർ ക്ലോക്കിലെ സമയം 3 മണി PM ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ PM എന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു സമയം തന്ന് 12 മണിക്കൂർ ക്ലോക്കിലേക്ക് മാറ്റാൻ തന്നാലും നിങ്ങൾക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതാണ്. 24 മണിക്കൂർ സമയത്തെ 12 മണിക്കൂർ സമയത്തിലേക്ക് മാറ്റാൻ 12-ന് താഴെയാണെങ്കിൽ ആ സമയം തന്നെ സെയിം തന്നെ ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ AM ചേർത്ത് എഴുതിയാൽ മതി. ഇനി 12-ന് മുകളിലാണെങ്കിൽ ആ സമയത്തിൽ നിന്ന് 12 കുറച്ചിട്ട് നിങ്ങൾ PM ചേർത്ത് എഴുതിയാൽ മതിയാവും. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. ഒരു ദിവസത്തിൽ എത്ര മിനിറ്റ് ഉണ്ട്? ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണുള്ളത്? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഒരു മണിക്കൂറിൽ എത്ര മിനിറ്റുകൾ ഉണ്ടെന്നറിയോ? ഒരു മണിക്കൂറിൽ 60 മിനിറ്റുകളാണുള്ളത്. 60 മിനിറ്റിനെയാണ് നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. അതിലെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലാണ് 60 മിനിറ്റ് ഉള്ളത്. അപ്പോൾ 24 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഉണ്ടാവും? 24 60കൾ, അതായത് 24 ഗുണിക്കണം 60 എത്രയാണ്? 1440. ഓക്കെ, സോ നമ്മുടെ ഉത്തരം എന്താണ്? ഒരു ദിവസത്തിൽ 1440 മിനിറ്റുകളുണ്ട്. അടുത്ത ചോദ്യം, 10 മിനിറ്റ് എത്ര സെക്കൻഡാണ്? ഇത് കണ്ടെത്താൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? ഒരു മിനിറ്റിൽ 60 സെക്കൻഡ് ഉണ്ട്. അപ്പോൾ 10 മിനിറ്റിൽ എത്രയുണ്ട്? 10 60കൾ ഉണ്ടാവും. 10 60 മിനിറ്റുകൾ ഉണ്ടാവും. 10 ഗുണിക്കണം 60 ചെയ്യുക, 600 എന്ന് കിട്ടും. സോ 10 മിനിറ്റിൽ 600 സെക്കൻഡുകളാണുള്ളത്. അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യമാണ്, ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഉണ്ട് എന്ന്. നമുക്കറിയാം, ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണല്ലോ. ഒരു മിനിറ്റിൽ 60 സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ 60 മിനിറ്റ് എന്ന് പറയുന്നതും ഒരു മണിക്കൂർ എന്ന് പറയുന്നതും സെയിം ആണ്. 60 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയല്ലോ. 60 ഗുണിക്കണം 60.
3600 സെക്കൻഡ്സ് ആണ്. 60 മിനിറ്റിൽ, അതായത് 1 മണിക്കൂറിൽ 3600 സെക്കൻഡ്സ് ആണ് ഉള്ളത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബാലുശ്ശേരിയിൽ നിന്ന് 6 AM പുറപ്പെട്ട ഒരു യാത്രാ സംഘം അതേ ദിവസം 7 PM ലക്ഷ്യസ്ഥാനത്തെത്തി എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്ര? ഇവിടെ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടിട്ട് വൈകിട്ട് 7 മണിക്കാണ് അവർ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. ഓക്കെ, ഏതൊരു സമയം നോക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പോൾ രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണെങ്കിൽ അതിൻ്റെ സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. ഇനി രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെയാണെങ്കിൽ 12 മണിക്കൂറാണ്. ഓക്കെ, സോ ഇവിടെ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നോക്കുമ്പോൾ 12 മണിക്കൂറാണ് നമുക്ക് കിട്ടി. ഇവിടെ അവർ 6 മണിക്കല്ല തിരിച്ചെത്തുന്നത്, 7 മണിക്കാണ്. 1 മണിക്കൂർ കൂടി കൂടുന്നുണ്ട്. അപ്പോൾ 12നോട് 1 കൂട്ടുക 13. സോ അവരെടുത്ത സമയം എന്ന് പറയുന്നത് 13 മണിക്കൂറാണ്. നമ്മുടെ ഉത്തരം 13 മണിക്കൂറാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ദിവസത്തിൽ ഒരു നിശ്ചിത സമയം AM മുതൽ അതേ സമയം PM വരെയാണെങ്കിൽ 12 മണിക്കൂറായിരിക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത ചോദ്യം, രാവിലെ 8 മണിക്ക് ആരംഭിച്ച ഒരു ക്യാമ്പ് അടുത്ത ദിവസം രാവിലെ 9 മണിക്ക് അവസാനിച്ചു എങ്കിൽ എത്ര മണിക്കൂർ ക്യാമ്പ് ഉണ്ടായിരിക്കും? സോ രാവിലെ ഒരു ദിവസം രാവിലെ 8 മണിക്ക് ആരംഭിച്ചിട്ട് പിറ്റേ ദിവസം 9 മണിക്കാണ് അവസാനിക്കുന്നത്. രാവിലെ 8 മണി മുതൽ അടുത്ത ദിവസം 8 മണി വരെ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. ഇവിടെ ചോദ്യത്തിൽ പിറ്റേ ദിവസം 8 മണി എന്നല്ല 9 മണി എന്നാണ് ചോദിച്ചത്. അതായത് 1 മണിക്കൂർ കൂടി അധികമുണ്ട്. അപ്പോൾ 24നോട് 1 മണിക്കൂർ കൂടി കൂട്ടുക 25 മണിക്കൂറാണ്. സോ അവരാകെ എടുത്ത സമയം എന്ന് പറയുന്നത് 25 മണിക്കൂറാണ്. ഒരു കാര്യം ഓർത്ത് വെക്കുക, ഒരു നിശ്ചിത സമയം AM മുതൽ അടുത്ത ദിവസം അതേ സമയം AM വരെ, അതായത് രാവിലെ ഒരു സമയം മുതൽ അടുത്ത ദിവസം അതേ സമയം രാവിലെ വരെ ആണെങ്കിൽ 24 മണിക്കൂറായിരിക്കും. ഒരു നിശ്ചിത സമയം PM മുതൽ, അതായത് വൈകുന്നേരം മുതൽ അടുത്ത ദിവസം അതേ സമയം PM വരെ, വൈകുന്നേരം വരെ ആണെങ്കിൽ 24 മണിക്കൂറായിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് സമയം കണ്ടെത്താൻ എളുപ്പമായിരിക്കും. അടുത്തൊരു ചോദ്യം, ഇപ്പോൾ സമയം 4 മണി. 246 മണിക്കൂർ കഴിഞ്ഞാൽ സമയം എത്ര? നമുക്ക് എങ്ങനെ കണ്ടെത്താം? 246 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയമാണ് നമ്മളോട് ചോദിച്ചത്. നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4 മണിയാണ്. ഇപ്പോഴത്തെ സമയം 4 മണി. 246 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള സമയം എത്ര എന്നാണ്. നമുക്കറിയാം 24 മണിക്കൂർ കഴിഞ്ഞാലുള്ള സമയം എന്ന് പറയുന്നത് 4 മണി തന്നെയാണ് അല്ലേ. ഇന്ന് 4 മണി മുതൽ പിറ്റേ ദിവസം 4 മണി വരെ 24 മണിക്കൂറാണ്. സോ 24 മണിക്കൂർ കഴിയുമ്പോൾ സമയം 4 മണി തന്നെയാണ്. എങ്കിൽ 240 മണിക്കൂർ കഴിയുമ്പോൾ എത്രയാണ്? 240 എന്ന് പറയുമ്പോൾ 10 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ. അതേ സമയം 10 ദിവസം കഴിഞ്ഞ് അതേ സമയം, അതായത് 4 മണി തന്നെയാണ്. ഇവിടെ 240 അല്ല ചോദിച്ചത്, 246 ആണ്. അതായത് 6 മണിക്കൂർ കൂടുതലുണ്ട്. നമുക്ക് 4 മണിയോട് 6 മണിക്കൂർ കൂട്ടി നോക്കാം. 4 മണി കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞാലുള്ള സമയം എത്രയാണ്? 10 മണിയാണ്. ഓക്കെ, സോ 246 മണിക്കൂർ കഴിയുമ്പോഴുള്ള നമ്മുടെ സമയം എന്ന് പറയുന്നത് 10 മണിയാണ്. മനസ്സിലായല്ലോ. അടുത്തൊരു ചോദ്യം, തിരുവനന്തപുരത്ത് നിന്ന് 6:30 പുറപ്പെട്ട ഒരു തീവണ്ടി 14:45 കോഴിക്കോട്ടെത്തി. യാത്രക്കെടുത്ത സമയം എത്ര? ഇവിടെ എത്ര സമയം എടുത്തു എന്ന് കാണാൻ വേണ്ടിയിട്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ചാൽ മതി. അതായത് 14:45 നിന്നും 6:30 കുറച്ച് നോക്കിയാൽ മതി. കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിനിറ്റുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ, മണിക്കൂറുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ. 5ൽ നിന്ന് 0 പോയാൽ 5, 4ൽ നിന്ന് 3 പോയാൽ 1. നമുക്കിവിടെ 15 മിനിറ്റ് എന്നാണ് കിട്ടിയത്. ഇനി നമുക്ക് മണിക്കൂറുകൾ കുറയ്ക്കാം. 4ൽ നിന്ന് 6 പോവില്ല. സോ 14ൽ നിന്ന് 6 പോയാൽ 8 ആണ്. നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8 മണിക്കൂറും 15 മിനിറ്റുമാണ്. സോ അവരെടുത്ത സമയം എന്ന് പറയുന്നത് 8 മണിക്കൂർ 15 മിനിറ്റാണ്.
ഇവിടെ നിങ്ങൾ കുറയ്ക്കുമ്പോൾ മാറിപ്പോരുത്. മിനിറ്റുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റൂ, മണിക്കൂറുകൾ തമ്മിൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. അടുത്ത ചോദ്യം, മീനുവും കുടുംബവും വിനോദയാത്രയ്ക്ക് രാവിലെ 4:30 പുറപ്പെട്ടു. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിച്ച് വൈകുന്നേരം 5:50 വീട്ടിൽ തിരിച്ചെത്തി. എങ്കിൽ യാത്രയ്ക്കെടുത്ത സമയം എത്ര? രാവിലെ 4:30 മുതൽ വൈകിട്ട് 5:30 വരെയുള്ള സമയമാണ് ചോദിച്ചത്. നമുക്കറിയാം 4:30 മുതൽ വൈകിട്ട് 4:30 വരെയുള്ള സമയം എന്ന് പറയുന്നത് 12 മണിക്കൂറാണ്. സോ നമുക്ക് വൈകുന്നേരം 4:30 വരെയുള്ള സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഈ 4:30 മുതൽ 5:50 വരെയുള്ള സമയം കാണണം. 4:30 മുതൽ 5:30 വരെ എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. ഓക്കെ, ഇപ്പോൾ സമയം 5:30 വരെയുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 5:30 മുതൽ 5:50 വരെയുള്ള സമയം എത്രയാണെന്ന് നോക്കിയാൽ മതിയല്ലോ. 5:50 വരെയുള്ള സമയം 20 മിനിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ എത്ര കിട്ടി? നമുക്ക് 1 മണിക്കൂറും പിന്നെ മുകളിൽ കണ്ടെത്തിയിട്ടുള്ള 12, അതായത് 13 മണിക്കൂറും 20 മിനിറ്റുമാണ് അവർ എടുക്കുന്ന സമയം. ഓക്കെ, രാവിലെ 4:30 മുതൽ വൈകിട്ട് 5:50 വരെയുള്ള സമയം എന്ന് പറയുന്നത് 13 മണിക്കൂറും 20 മിനിറ്റുമാണ്. ഇവിടെ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 13 മണിക്കൂർ 20 മിനിറ്റ്. അടുത്ത ചോദ്യം, രാവിലെ 8:10 വീട്ടിൽ നിന്നിറങ്ങുന്ന മനു 9:55 സ്കൂളിലെത്തി. എങ്കിൽ മനു സ്കൂളിലെത്താൻ എടുത്ത സമയം എത്ര? നമുക്കറിയാം 8:10 മുതൽ 9:10 വരെയുള്ള സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ് അല്ലേ. ഇനി 9:10 മുതൽ 9:55 വരെ എടുക്കുന്ന സമയം 45 മിനിറ്റ് ആണ്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1 മണിക്കൂറും 45 മിനിറ്റുമാണ്. അടുത്ത ചോദ്യം, 1 മണിക്കൂർ എന്നത് എത്ര മിനിറ്റ് ആണ്? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റിന് തുല്യമാണ്. സോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. സെക്കൻഡ് സൂചി 12-ൽ നിന്നും 1-ലെത്താൻ എടുക്കുന്ന സമയം 5 സെക്കൻഡാണ്. ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി രണ്ടാമത്തത്, സെക്കൻഡ് സൂചി 1 തവണ കറങ്ങാൻ എടുക്കുന്ന സമയം 60 മിനിറ്റ് ആണ്. തെറ്റാണ്. സെക്കൻഡ് സൂചി 1 തവണ കറങ്ങാൻ എടുക്കുന്ന സമയം 60 സെക്കൻഡാണ്. സോ ഓപ്ഷൻ ബി പ്രസ്താവന തെറ്റാണ്. ഇനി മണിക്കൂർ സൂചി 1-ൽ നിന്നും 2-ലെത്താൻ എടുക്കുന്ന സമയം 60 സെക്കൻഡാണ്. സി തെറ്റാണ്. മണിക്കൂർ സൂചി 1-ൽ നിന്നും 2-ലെത്താൻ എടുക്കുന്നത് 1 മണിക്കൂറാണ്. സോ തെറ്റാണ്. ഇനി ഡി, മിനിറ്റ് സൂചി 1 തവണ കറങ്ങാൻ എടുക്കുന്ന സമയം 1 മണിക്കൂറാണ്. അത് ശരിയാണ്. മിനിറ്റ് സൂചി 1 തവണ കറങ്ങാൻ എടുക്കുന്നത് 60 മിനിറ്റ് ആണ്, അതായത് 1 മണിക്കൂറാണ്. സോ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയുമാണ്. അടുത്ത ചോദ്യം, രാവിലെ 7:00 സ്കൂൾ തുടങ്ങുന്നു. അനു 7:10 സ്കൂളിലെത്തി. അവൾ സ്കൂൾ തുടങ്ങുന്നതിന് എത്ര മിനിറ്റ് മുമ്പാണ് എത്തിയിരിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റായിട്ട് പറയണേ. ഇത് നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. 7:00-ക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. അനു 7:10 തന്നെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. എത്ര സമയം മുൻപേ ആണ് അവൾ എത്തിയിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ആക്കിയിട്ടുള്ളത് സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിലിട്ട് പറയാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കണേ. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.